Dear students, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 11th സ്റ്റാൻഡേർഡ് ബയോളജിയിലെ 4th ചാപ്റ്റർ NCERT ഓർഡറിലെ 4th ചാപ്റ്റർ ആയ അനിമൽ കിങ്ഡത്തിന്റെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. എസെൻഷ്യൽ തിയറി ഒരു വലിയ എലാബറേറ്റ് ചാപ്റ്റർ ആയതുകൊണ്ട് തന്നെ അതിന്റെ എസെൻഷ്യൽ തിയറി നല്ല ലെന്താണ്. ഏറ്റവും കൂടുതൽ ടോപ്പിക്സ് ഉള്ള ഒരു പോർഷൻ ആണ് അനിമൽ കിങ്ഡം എങ്കിലും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ പലപ്പോഴും റാൻഡം ക്വസ്റ്റ്യൻസ് ആണ്. അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ തുമ്മിന്തെറിച്ചും ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ആരും അങ്ങനെ വിട്ടുകളയാതെ എല്ലാവരും പഠിക്കാൻ ശ്രമിക്കുന്ന ഒരു ചാപ്റ്റർ ആണ്. പക്ഷെ നല്ല മെനക്കേടാണ് ഇതിലെ കാര്യങ്ങൾ പഠിച്ചിട്ട് മെമ്മറൈസ് ചെയ്യുക. അത് എസ്പെഷ്യലി MCQയിലും കൂടെ വരുമ്പോഴത്തേക്ക് നല്ല രീതിക്ക് കൺഫ്യൂസിങ് ആവും. അതുകൊണ്ട് ഇതൊരു എന്താ പറയുന്നത് വളരെ പ്ലാൻ ചെയ്ത് വേണം ഈ ചാപ്റ്റർ നിങ്ങൾ ഡീൽ ചെയ്യാൻ. ഇൻ കേസ് നിങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള ഫൈലങ്ങൾ മാത്രം പഠിക്കുക, ബാക്കി ഫൈലംസ് അവോയ്ഡ് ചെയ്ത് വിട്ടേക്കുക. അങ്ങനെ സെലക്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ഫൈലംസ് ഏതാക്കിയാന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോ ഫൈലം അന്നലിഡ, ഫൈലം ആർത്തോപ്രോഡ, ഏറ്റവും ലാസ്റ്റോട്ട് വരുമ്പോഴത്തേക്ക് കോട്ടേറ്റയുടെ അകത്ത് വരുന്ന അഷൽമിന്തസ്, കോട്ടേറ്റയുടെ അകത്ത് വരുന്ന ക്ലാസ് ആംഫിബിയൻസും റെപ്റ്റീലിയൻസും, ഇതെല്ലാം വളരെ സെലക്ട് ചെയ്ത് പഠിക്കേണ്ട ഫൈലംസ് ആണ്. അപ്പൊ അത് മാത്രം ഫോക്കസ് ചെയ്യാം, ബാക്കിയുള്ളത് ഒന്ന് വായിച്ചു വെച്ചേക്കാം. എന്തായാലും നമുക്ക് ഈ ചാപ്റ്ററിൽ നമ്മൾ 25 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മെറ്റീരിയലിൽ തന്നെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ഈസ് ഫൗണ്ട് ഇൻ മെജോറിറ്റി ഓഫ് ആനിമൽസ്? ഓർഗൻ സിസ്റ്റം ഗ്രേഡ് തൊട്ടാണ്. ഓർഗൻ സിസ്റ്റം ഗ്രേഡ് ഈസ് മെജോറിറ്റി ഓഫ് അനിമൽസിന്റെ അകത്ത്. അനിമൽ കിങ്ഡം അറിയാലോ, ഒരു വലിയ വാസ്റ്റ് കിങ്ഡം ആണ്. അതിന്റെ അകത്ത് ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ഉള്ള ജീവികളാണ് ഏറ്റവും കൂടുതൽ. Going on, second question, material 12th question ആണ്. The body plan found in Hydra. Blind sac plan എന്നാണ് നമ്മൾ പറയുന്നത്. ഒരു ബ്ലൈൻഡ് സാക് പ്ലാൻ, സെൽ അഗ്രിഗേറ്റ് പ്ലാൻ ഉണ്ട്, ട്യൂബ് വിത്തിൻ എ ട്യൂബ് പ്ലാൻ ഉണ്ട്. ഇതിൽ ബ്ലൈൻഡ് സാക് പ്ലാൻ ആണ് ഹൈഡ്ര പോലുള്ള ഓർഗാനിസത്തിനുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തേർഡ് മെറ്റീരിയലിലെ 29ാമത്തെ ക്വസ്റ്റ്യൻ. Annelids, arthropods and mollusks have their coelom formed by splitting of the mesoderm. നിങ്ങൾക്കറിയാം 3 ലേയേഴ്സ് ആണ്, മീസോഡേം, എൻഡോഡേം, എക്ടോഡേം. അപ്പൊ ദേ ആർ, അങ്ങനെയുള്ള ഈ സീലം ഫോംഡ് ബൈ സ്പ്ലിറ്റിംഗ് ഓഫ് മീസോഡേം ആണെങ്കിൽ നമ്മൾ അവരെ വിളിക്കുന്ന പേരാണ് ഷൈസോസീലോമിയസ്. ഓക്കെ. അടുത്ത, the major difference between chordates and non-chordates is the presence or the absence of notochordന്റെ ബേസിലാണ് chordatesനെയും non-chordatesനെയും വേർതിരിച്ചത്. ന്യൂട്രീഷൻ ഇൻ സ്പോഞ്ചസ് ഈസ് ഹോളോസോയിക് എന്ന് വെച്ചാൽ ഒരു ഹോൾ വഴിയായിരിക്കും അത് ഇൻടേക്ക് ചെയ്യുന്നത്, ഒരു ഹോൾ വഴി തന്നെയായിരിക്കും അത് എക്സ്ക്രീറ്റ് ചെയ്യുന്നത്. സച്ച് ന്യൂട്രീഷൻ ഈസ് കാൾഡ് ഹോളോസോയിക് ന്യൂട്രീഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ലാർവൽ കനാൽ സിസ്റ്റം ഓഫ് സ്പോഞ്ചസ് ഈസ്, അഡീഷണൽ NCERT വെളിയിൽ നിന്നുള്ള സാധനമാണ്. റാഗൻ എന്നാണ് ഇതിന്റെ പേര്, RHAGON. നെക്സ്റ്റ്, സെവൻത് ക്വസ്റ്റ്യൻ മെറ്റീരിയലിലെ 79ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ദ സ്റ്റിങ്ങിങ് സെൽസ് ഓഫ് നിഡേറിയൻസ് ആർ കാൾഡ്. നിഡേറിയൻസ് എന്നാണ് നമ്മൾ സ്പെല്ലിങ്ങിന് വേണ്ടി പഠിക്കുന്നത്. ദ സ്റ്റിങ്ങിങ് സെൽസ് ഓഫ് നിഡേറിയൻസ് ആർ കാൾഡ് സ്നിഡോസൈറ്റ്സ്. ഓപ്ഷനിൽ നിന്ന് തന്നെ നമുക്ക് മേക്കപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. അടുത്ത് 8th ക്വസ്റ്റ്യൻ 19th ക്വസ്റ്റ്യൻ ആണ്. വിച്ച് വൺ ഹാസ് നോ സ്കെലിറ്റൻ? ജെല്ലി ഫിഷ്. ജെല്ലി ഫിഷിന് ബോഡിക്ക് സ്കെലിറ്റൻ ഇല്ല, അത് ഫുൾ എന്താ പറയുന്നത് ഒരു മസ്കുലേച്ചർ ഫോം മാത്രമേ അത്. Next question, the germinal layers of flatworms consist of. Flatworms ന്റെ അകത്ത് 3 germ layers ആണ്, ectoderm, mesoderm and the endoderm. Next, 10th question എന്ന് പറയുന്നത് 132ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. Which one of the following disease is caused by a nematode? നിമറ്റോഡുകൾ കാരണം ഉണ്ടാകുന്ന ഒരു അസുഖത്തിന്റെ പേര് ഫിലേരിയാസിസ്. ഇതൊക്കെ ഞങ്ങൾ ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ് എന്ന 12th സ്റ്റാൻഡേർഡ് ബയോളജി ചാപ്റ്ററിൽ ഇതേ ക്വസ്റ്റ്യൻ കാണുന്നതാണ്. Next question, unjoined appendages of locomotion in annelids are called parapodia. Jointed appendages ഉള്ളവരാണ് ആർത്രോപോഡ. The unjointed appendages of locomotion in annelids are called parapodia. The circulatory system in annelids is of the closed type. നിങ്ങൾക്കറിയാം circulatory system mainly open type ഉണ്ട്, closed type ഉണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 13th 201ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. റെസ്പിറേറ്ററി ഓർഗൻസ് ഓഫ് എ സ്കോർപിയോൺ ഈസ് ഓപ്ഷൻ സി ബുക്ക് ലെൻസ്. അടുത്ത ക്വസ്റ്റ്യൻ, മാൽഫീജിയൻ ട്യൂബ്യൂൾസ് ആർ ദ എക്സ്ക്രീറ്ററി ഓർഗൻസ് ഓഫ് ഏതാണ്? ഇൻസെക്ട്സ്. ഇൻസെക്ട്സ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ആർത്രോപോഡയുടെ അകത്ത് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ടർ വാസ്കുലാർ സിസ്റ്റം വിത്ത് ദി സർക്കുലാർ ആൻഡ് റേഡിയൽ കനാൽ സിസ്റ്റം ഈസ് യൂസ്ഡ് ഫോർ. എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? അത് റെസ്പിറേഷൻ ഉപയോഗിക്കും, ഫീഡിങ്ങിന് ഉപയോഗിക്കും, ലോക്കോമോഷൻ ഉപയോഗിക്കും, സർക്കുലേഷൻ ഉപയോഗിക്കും. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ എലിഫന്റ്, ആൾ ഓഫ് ദി.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 16ാമത്തെ ക്വസ്റ്റ്യൻ 270ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ദ ഹാർട്ട് ഓഫ് ഫിഷ് ഈസ് ടു ചേംബേർഡ് ഹാർട്ട്. അടുത്തത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഷാർക്ക് ഈസ് വിവിപാരസ്. ഇറ്റ് മീൻസ് വിവിപാരസ് ഓർഗാനിസം മീൻസ് ഇറ്റ് ഗീവ്സ് ബർത്ത് ടു യങ് വൺസ്. പ്രസവിച്ച് കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ റെസ്പിറേറ്ററി ഓർഗൻസ് ഓഫ് ആംഫിബിയൻസ് ആർ. ലങ്സ് ഉള്ള ആംഫിബിയൻസ് ഉണ്ട്, ഗിൽസ് ഉള്ളവരുണ്ട്, സ്കിൻ ഉള്ളവരുണ്ട്, ട്രക്കിയ ഉള്ളവരുണ്ട്. പക്ഷെ ട്രക്കിയ വളരെ എക്സെപ്ഷൻ ആണ്, ഇല്ല, സോറി. ലങ്സ്, ഗിൽസ്, സ്കിൻ, these are the respiratory organs of amphibians. So the answer is option 11, all except B. 19th question. The copulatory organs are seen in reptiles. Hence fertilization is Indian. അതായത് ഫെർട്ടിലൈസേഷൻ നടത്താൻ വേണ്ടി ഓരോ സ്പെഷ്യൽ ഓർഗൻസ് ഒരാളുടെ ബോഡിക്ക് ഉണ്ടെങ്കിൽ അത്തരം ആ ജീവി അല്ലെങ്കിൽ ആ ഓർഗാൻസ് നടത്തുന്ന ഫെർട്ടിലൈസേഷൻ എന്തായിരിക്കും? ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ മീൻസ് ഫീമെയിലിന്റെ ബോഡിയുടെ അകത്തേക്കായിരിക്കും മെയിലിന്റെ റീപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള സ്പേംസ് പോലുള്ള സാധനങ്ങൾ deposit. So such a fertilization is called internal fertilization. Commonly fertilization is of two types, internal and external. So reptiles in copulatory organ ഉണ്ടെന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം reptilesന്റെ ബോഡിയിൽ നടക്കുന്ന ഫെർട്ടിലൈസേഷൻ ഏതാ? ഓപ്ഷൻ ബി, ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 20, ടെക്സ്റ്റിലെ 357ാമത്തെ ക്വസ്റ്റ്യൻ. A special character found in the blood of birds is the more number of RBCs. അവർക്ക് എനർജിയും ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു പ്രൊവിഷൻ ബേർഡ്സിൽ വെച്ച കാര്യം. അവരെപ്പോഴും ഫ്ലൈ ചെയ്യുന്ന ജീവികളാണ്, പറക്കുന്ന ജീവികളാണ്. അപ്പൊ അവർക്ക് തോന്നെ എനർജി വേണം. അടുത്ത ക്വസ്റ്റ്യൻ 21st. Teeth are absent in birds. Next question 22nd. Matured erythrocytes in mammals is non-nucleating. Erythrocytes എന്ന് പറയുമ്പോൾ RBC. The most of the mammals possess 7 cervical vertebrae. അടുത്ത 24th question, 427ാമത്തെ question. The most unique feature of mammal is. മാമൽസിന് പേര് തന്നെ വരാൻ കാര്യം പ്രസൻസ് ഓഫ് മാമറി ഗ്ലാൻഡ്സ് ആണ്. ഈ മാമറി ഗ്ലാൻഡ്സിലൂടെയാണ് ഫീമെയിൽസ് ഈ മാമൽസിന്റെ അടുത്ത ജനറേഷനിലെ കുഞ്ഞ് ആൾക്കാർക്ക് ഈ പറഞ്ഞ ഇനിഷ്യൽ ഡേയ്സിലുള്ള പാലും കാര്യങ്ങളൊക്കെ കൊടുക്കും. ലാസ്റ്റ് ക്വസ്റ്റ്യൻ 25th, 447 മെറ്റീരിയലിലെ ക്വസ്റ്റ്യൻ. ഹെയർസ് ഡു നോട്ട് ഒക്കർ ഇൻ വെയിൽസ്. വെയിലിന്റെ ബോഡിയിൽ ഹെയർസ്. ഇത്രയാണ് വലിയൊരു ചാപ്റ്ററായ അനിമൽ കിങ്ഡത്തിന്റെ അകത്തുള്ള സെലക്റ്റീവ് ആയിട്ടുള്ള 25 ക്വസ്റ്റ്യൻസ്. മാക്സിമം അത്രയെങ്കിലും ഓർത്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു ചാപ്റ്റർ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ, താങ്ക് യു.